യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മാതാപിതാക്കളോട് കളിപ്പാട്ടവും മുട്ടായികളും അങ്ങനെയുള്ള സാധനങ്ങളാണ് ചോദിച്ചിരുന്നത്. പിന്നീട് കുറച്ചും കൂടെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൂടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. പ്രായപൂർത്തിയൊക്കെ ആയപ്പോൾ ഗൗരവമായ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചോദിക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഒത്തിരി പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ പ്രായമായി ബുദ്ധിമുട്ടിരിക്കുമ്പോൾ നമ്മളൊന്നും അവരോട് ചോദിക്കാറില്ല. നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മീയ വളർച്ചയിലും ഇത് തന്നെയാണ്. പൗലോസ് പറയുന്നത് പോലെ ആദ്യമൊക്കെ നമുക്ക് പാലാ വേണ്ടേ, പിന്നീട് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഖരഭക്ഷണങ്ങൾ വേണം. കൂടിയ കാര്യങ്ങളൊക്കെ കർത്താവിനോട് ചോദിക്കണം. വരങ്ങൾക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ മക്കൾക്ക് നല്ലത് തരാനാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. നല്ലത് തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പാമ്പിനെയോ തേളിനെയോ കല്ലിനെയോ ഒന്നും ചോദിക്കാതെ എപ്പോഴും അപ്പം ചോദിക്കുവാൻ, മീനെ ചോദിക്കുവാൻ, നല്ല കാര്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് ആഗ്രഹിക്കണമെന്നാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വഴികൾ കൃത്യമായിരിക്കും. സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.